ഏവർക്കും ലേൺസിയോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് തിരുവിതാംകൂറിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്നീ ക്ലാസ്സിൽ നോക്കുന്നത്. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് ഇത് തിരുവിതാംകൂർ രാജവംശം. അപ്പം തിരുവിതാംകൂർ രാജവംശം എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? വഞ്ചി ഭൂപതിമാർ എന്നായിരുന്നു. അപ്പം വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശം ഏതാണ്? തിരുവിതാംകൂർ രാജവംശമാണ്. ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം ചോദിച്ചാൽ അതും തിരുവിതാംകൂറാണ്. അപ്പം വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശം, ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം. അപ്പം എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യവും ഏത് തന്നെയായിരുന്നു? തിരുവിതാംകൂർ ആയിരുന്നു. തപാൽ സംവിധാനം ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? അഞ്ചൽ സംവിധാനം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പം തപാൽ സംവിധാനം അല്ലെങ്കിൽ അഞ്ചൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യവും ഏത് തന്നെയാണ്? തിരുവിതാംകൂറാണ്. അപ്പം വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശം, ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം, തപാൽ സംവിധാനം അല്ലെങ്കിൽ അഞ്ചൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യം. അപ്പം എങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്? വഞ്ചി ഭൂപതിമാർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പം വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശം ചോദിച്ചാൽ അതേതാണ്? തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യവും ഏത് തന്നെയാണ്? തിരുവിതാംകൂറാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? തിരുവിതാംകൂറാണ്. തപാൽ സംവിധാനം അല്ലെങ്കിൽ അഞ്ചൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യവും ഏത് തന്നെയാണ്? തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യം എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യവും തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യവും ഏത് തന്നെയാണ്? തിരുവിതാംകൂറാണ്. അപ്പം ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യം, ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യവും ഏത് തന്നെയാണ്? തിരുവിതാംകൂറാണ്. കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നതും തിരുവിതാംകൂറിലാണ്. എന്താണ്? കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നതും എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. ഏത് വർഷമാണ്? 1888 അപ്പം 1888 കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂറിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലാണ്. അപ്പം തിരുവിതാംകൂറിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലായിരുന്നു. അപ്പം ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യം ഏതാണ്? തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം ചോദിച്ചാൽ അതും തിരുവിതാംകൂറാണ്. കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും തിരുവിതാംകൂറാണ്. ഏത് വർഷം? 1888 തിരുവിതാംകൂറിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യം ഏതാണ്? തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം ചോദിച്ചാൽ അതേതാണ്? തിരുവിതാംകൂറാണ്. കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നതും തിരുവിതാംകൂറിലാണ്. ഏത് വർഷം? 1888 അപ്പം 1888 കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂറിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലായിരുന്നു. അപ്പം ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലായിരുന്നു തിരുവിതാംകൂറിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്
ശ്രീ പത്മനാഭ ദാസൻ എന്ന പേരിലാണ്. അപ്പൊ തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ശ്രീ പത്മനാഭ ദാസൻ എന്ന പേരിലാണ്. അപ്പം ശ്രീ പത്മനാഭ ദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? തിരുവിതാംകൂർ രാജാക്കന്മാരായിരുന്നു. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമാണ് വഞ്ചീശമംഗളം. അപ്പൊ വഞ്ചീശമംഗളം എന്നത് തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമാണ്. ഇത് രചിച്ചത് ഉള്ളൂരാണ്. അപ്പൊ ഉള്ളൂർ രചിച്ച വഞ്ചീശമംഗളം ആണ് എന്ത്? തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം. അപ്പൊ തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം ഏതാണ്? വഞ്ചീശമംഗളമാണ്. അത് രചിച്ചത് ആരാണ്? ഉള്ളൂരാണ്. തിരുവിതാംകൂറിന്റെ പ്രധാന ആരാധനാമൂർത്തിയാണ് ശ്രീ പത്മനാഭ സ്വാമി. ശ്രീ പത്മനാഭ സ്വാമിയാണ് തിരുവിതാംകൂറിന്റെ പ്രധാന ആരാധനാമൂർത്തി. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയിയാണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഡിലനോയിയാണ്. അപ്പൊ തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭ ദാസൻ എന്ന പേരിലാണ്. തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം ഏതാണ്? വഞ്ചീശ മംഗളമാണ്. ഇത് രചിച്ചതാരാണ്? ഉള്ളൂരാണ്. തിരുവിതാംകൂറിന്റെ പ്രധാന ആരാധനാമൂർത്തിയാണ് ശ്രീ പത്മനാഭ സ്വാമി. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡിലനോയിയാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡിലനോയിയാണ്. തിരുവിതാംകൂറിന്റെ വലിയ ദിവാൻജി എന്നറിയപ്പെടുന്നത് രാജ കേശവദാസിനെയാണ്. അപ്പൊ തിരുവിതാംകൂറിന്റെ വലിയ ദിവാൻജി എന്നറിയപ്പെടുന്നത് രാജ കേശവദാസിനെയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹിരണ്യഗർഭം എന്ന പേരിലാണ്. അപ്പൊ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹിരണ്യഗർഭം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതമാണേത്? പഞ്ചഗവ്യം. അപ്പൊ തിരുവിതാംകൂറിന്റെ വലിയ ദിവാൻജി ആരാണ്? രാജ കേശവദാസാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണേത്? ഹിരണ്യഗർഭം. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം ഏതാണ്? പഞ്ചഗവ്യമാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മതിലകം രേഖകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മതിലകം രേഖകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ തിരുവിതാംകൂറിന്റെ വലിയ ദിവാൻജിയാണ് ആര്? രാജ കേശവദാസ്. തിരുവിതാംകൂറിന്റെ വലിയ ദിവാൻജിയാണ് രാജ കേശവദാസ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണേത്? ഹിരണ്യഗർഭം. അപ്പൊ ഹിരണ്യഗർഭം എന്നറിയപ്പെടുന്നത് എന്തിനെയായിരുന്നു? തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങിനെയാണ് ഹിരണ്യഗർഭം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം ഏതായിരുന്നു? പഞ്ചഗവ്യമായിരുന്നു. അപ്പൊ ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പഞ്ചഗവ്യം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണേത്? മതിലകം രേഖകൾ. അപ്പം മതിലകം രേഖകൾ എന്തായിരുന്നു? പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണേത്? മതിലകം രേഖകൾ.